ഇന്ന് നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ. കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ കിട്ടിയതിന്റെ സന്തോഷത്തിലുള്ള അൺബോക്സിംഗ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ കിട്ടാത്തതെന്ന്. പക്ഷെ നമുക്കതൊക്കെ വലിയ സംഭവമാണ് ഇവിടെ. അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ 2 വ്ലോഗുകളിലായിട്ട് ഇടുന്നുണ്ടല്ലോ. നമ്മുടെ പൊറോട്ട കടയും തൊട്ടടുത്തുണ്ടായിരുന്നു, പൊറോട്ടയൊക്കെ വാങ്ങിച്ചു. ഈ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ലോഗുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ദേ കാണിച്ചു തരാം. സിമ്പിൾ, നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണ്. ഏത്തപ്പഴമാണ് ഫസ്റ്റ്. അത് ഇവിടെ എവിടെ കിട്ടാൻ. 6 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്, വെള്ളരിക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഏത്തപ്പഴം അധികം പഴുക്കാത്തയാണ് വാങ്ങിച്ചത്. ശരിക്കും പച്ചയാണ് വാങ്ങിച്ചത്. 3ാമത്തെ ദിവസമാണ് അത് പഴുത്ത് കിട്ടിയത്. ഈ ഒരു ചാക്കിലായിരുന്നു കിട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഞാനെല്ലാം ചാക്കിൽ നിന്ന് അൺബോക്സ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ ചാക്ക് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. ഫസ്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ കളറായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഇച്ചിരി കൂടെ മഞ്ഞിച്ചു. 3ാം ദിവസം മുതൽ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ കണി വെള്ളരിക്ക ഇത് വെച്ചിട്ട് ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചില്ലേ. കപ്പ 3 കിലോ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഏത്തപ്പഴം കപ്പയൊന്നും ഇവിടെ ഉള്ളവർക്ക് അറിഞ്ഞു പോലും കൂടെ കേട്ടോ എന്തോ ആണെന്ന്. കപ്പ നല്ല പുട്ടുപോലെ വരുന്ന കപ്പയായിരുന്നു. ലാസ്റ്റ് വ്ലോഗിൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് കഴിച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്കു ഏത്തപ്പഴം ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ കപ്പ അവൻ കഴിക്കത്തില്ല. അപ്പം നമ്മുടെ വെള്ളരിക്ക ഞാൻ പകുതിയെ നമ്മുടെ സാമ്പാറിന് വെച്ചുള്ളൂ. ബാക്കി ഇനി അവിയൽ വെക്കാനായിട്ട് ഉപയോഗിക്കണം. പിന്നെ ബാക്കി സാധനങ്ങൾ കാണണ്ടേ. ദേ കടുക് വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലെ കടുക്, അതായത് നാട്ടിലെ കടുക് എന്ന് പറയാൻ കാരണം നമ്മൾ കടുക് പാടത്തിന്റെ നടുക്കാണ് താമസിക്കുന്നത്. പക്ഷെ ഈ കടുക് നമുക്ക് ഇവിടെ കിട്ടാറില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. നമുക്ക് റായിയാണ് ഇവിടെ കിട്ടുന്നത്. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഹെർഷീസ് ബ്രെഡും ഹെർഷീസ് ബ്രെഡ് നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ വാങ്ങിച്ചത്. പക്ഷേ ബ്രെഡ് വേറൊരു കട, ബ്രെഡല്ല ബന്നും ഗാർലിക് ബ്രെഡും ഒക്കെയാണ്. അത് വേറൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ കടുക് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മുടെ ഇതാണ് ബുൾഡക്ക് എന്ന് പറഞ്ഞാൽ അത് അങ്കു പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. നാട്ടിലൊക്കെ ഫേമസ് ആണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതെങ്ങനെ ഉണ്ടാക്കിയെന്നും കാണിച്ചു തരാം. പിന്നെ വെള്ളപ്പയർ വാങ്ങിച്ചു. അടുത്തത് A2Bയുടെ ഇത് തമിഴ്നാട് സ്പെഷ്യൽ വത്തക്കുളമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വത്തക്കുളമ്പ് തമിഴ്നാട് ഫുഡ് ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ അവിടെ തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ പണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ അത് കാരണം A2Bയുടെ ഒരെണ്ണം അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റി നിബിൾസിൻ്റെ പ്രോൺസിൻ്റെ അതൊക്കെ അങ്കു എടുത്തിട്ട് പ്രോൺസ് എനിക്കത് ഡ്രൈ റോസ്റ്റ് പോലെ എന്തോ ഉള്ളത്, റെഡി ടു ഈറ്റ്. പിന്നെ എലൈറ്റിൻ്റെ കേക്ക്. ഇതൊക്കെ ഇവിടെ എവിടെ കിട്ടാനാ? ഇതൊക്കെ എനിക്ക് വലിയ പ്രഷ്യസ് ആണ്. അതാണ് ഞാൻ വലിയ സംഭവമായിട്ട് കാണിക്കുന്നത് കേട്ടോ. എലൈറ്റിൻ്റെ പ്ലം കേക്കും എലൈറ്റിൻ്റെ പുഡിംഗ് കേക്കും. പിന്നെ ദേ പ്രിയയുടെ ഈ ഒരു പൊടി ഞാൻ ദോശപ്പൊടി, നമ്മുടെ ദോശയുടെയും കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന പൊടിയാന്ന് പറഞ്ഞാൽ എടുത്തത്. പക്ഷേ ഇത് റൈസ് മിക്സ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇഡ്ഡലിയും ദോശയുടെ കൂടെ ശരിയാവത്തില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ഹെൽത്തി ആണെന്ന് തോന്നുന്നു അത്. പിന്നെ ചെന്നൈ സ്റ്റാർ, ഇതും തമിഴ്നാട്ട് സ്റ്റൈൽ മിക്സ്ചർ. പക്ഷെ തമിഴ്നാട്ടിലെ മിക്സ്ചറും നമ്മുടെ കേരളത്തിലെ മിക്സ്ചറൊക്കെ ഒരേ ഓൾമോസ്റ്റ് ഒരു ടേസ്റ്റ് ഒക്കെ അല്ലേ. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേരള പപ്പടം അധികം ഇരിക്കത്തില്ലല്ലോ. ഇവിടുന്ന് കിട്ടുന്ന പപ്പടം കുറച്ച് നാൾ പുറത്തായാലും ഇരിക്കും. കേരള പപ്പടം പെട്ടെന്ന് കേടാവും. 7 ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 3-4 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാടൻ പച്ചരി, ഇത് ഇഡ്ലി റൈസ് ആണ് കേട്ടോ. പക്ഷേ ഇത് കൊണ്ട് ഞാൻ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ സാധാരണ വാങ്ങിക്കുന്ന സോന മസൂരിയാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇവിടെ ഇങ്ങനത്തെ ഒരു റൈസ് പരിമൾ എന്ന് പറഞ്ഞ് കിട്ടും കേട്ടോ. എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിക്കത്തില്ല. റേറ്റ് ഇതിന് നമ്മുടെ ഇഡ്ലി റൈസിനും സോന മസൂരിനെക്കാട്ടി കുറവാണ് ഈ റൈസിന്. സെയിം തന്നെയാണ് പരിമളിനും റൈസിന് ആ വില കുറവാണ്. പക്ഷെ ഞാൻ അത് ഇതുപോലത്തെ വെള്ള പച്ചരിയാണ്, എനിക്കെന്തോ അത് അത്ര ഇങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ സോന മസൂരി തന്നെയായിരുന്നു. എങ്കിലും ഞാൻ വാങ്ങിച്ചു നമ്മുടെ നാടിൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് ഏറ്റവും പറ്റിയ ഒരു അബദ്ധമാണ് അവിടുന്ന് കഷ്ടകാലത്തിന് ഞാൻ മാവാട്ടി വെച്ചേക്കുന്നുണ്ട് എടുത്തത്. കാരണം പിറ്റേ ദിവസം വന്നിട്ട് പെട്ടെന്ന് രാവിലെ അങ്കുനും എന്തെങ്കിലും കൊടുത്ത് സ്കൂളിൽ വിടാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഫ്ലോപ്പായിപ്പോൾ, ഒട്ടും കൊള്ളത്തില്ലെന്നേ. അത് വെള്ളം, എനിക്ക് തോന്നുന്നു വെള്ളമില്ലാതെ ഇങ്ങനെ വെച്ചാൽ പോലും പോകാത്ത രീതിയിലൊരു ജെല്ലി പരുവമായിരുന്നു. ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. പച്ചരി മാത്രം, എനിക്ക് തോന്നുന്നു ഈ നമ്മൾ കാണിച്ച വെള്ള പച്ചരി എന്തോ എനിക്കറിയത്തില്ല, വേറൊരു ടേസ്റ്റ്. ഉഴുന്നൊരു സാധനമേ ചേർത്തിട്ടില്ല. കട്ട പോലെ ഇങ്ങനെ ജെല്ലി പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ച സാധനമല്ലേ, ഒത്തിരി പേര് വാങ്ങിക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ചുട്ട് കഴിച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഉള്ള സത്യം പറഞ്ഞാൽ. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാ ചെയ്ത്. എന്തായാലും അതിനു വേണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്കെന്തോ മനസ്സിന് ഒട്ടും പിടിച്ചില്ല. അതേ തെരുപോലെ കിടക്കുക കേട്ടോ. ആ പച്ചരി എന്ന് പറഞ്ഞാൽ അരഞ്ഞിട്ടേ ഇല്ല. ഉഴുന്നൊരു സാധനം ചേർത്തില്ല, വേറെന്തോ ചേർത്തേക്കുന്ന ഒരു വല്ലാത്തൊരു സ്മെല്ലും. എന്തായാലും പോട്ടെ, സാരമില്ല. പിന്നെ പ്രിയയുടെ ഞാൻ നേരത്തെ കാണിച്ച ആ പൊടി കേട്ടോ, ഇതാണ്. ഇത് റൈസ് മിക്സ് പൗഡർ ആയിരുന്നു, നമ്മുടെ ദോശ ഇഡ്ഡലി പൊടിയല്ലായിരുന്നു. അതും എനിക്ക് പറ്റിയ അബദ്ധമായിരുന്നു. പിന്നെ ഈ കുറുമ
ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ട വാങ്ങിച്ചില്ലേ, ആ പൊറോട്ടയുടെ കൂടെ കിട്ടിയ ഒരു കുറുമയായിരുന്നു ഇത്. അത് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചമ്മന്തി, നമ്മുടെ പൊട്ടുകടലയും തേങ്ങയിട്ട ചട്നിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുറുമ ഞങ്ങൾ ഫസ്റ്റ് ഡേ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ആവി കയറ്റിയതേ ഉച്ചയ്ക്ക് അതായിരുന്നു. ആ കുറുമയും ഈ പൊറോട്ടയും കൂടെ കഴിച്ചു. പിന്നെ ബാക്കി വന്ന കുറുമ ഞങ്ങളങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ വീണ്ടും ഫ്രിഡ്ജ് വെച്ച്, നമുക്കറിയത്തില്ല അവരെപ്പോൾ വെക്കുന്നതാണെന്നൊന്നും അറിയത്തില്ലല്ലോ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറുമയും പൊറോട്ടയും നമ്മുടെ നാട്ടിലെ പൊറോട്ടയാണ് നല്ലത്, തമിഴ്നാട്ടിലെ ഒരു ടേസ്റ്റിനെക്കാട്ടിയും തോന്നുന്നു. പിന്നെ ഇതേ ചമ്മന്തി കണ്ടോ, പൊട്ടുകടലയും. ഇതിന് ഭയങ്കര പുളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ വിനിഗർ ചേർത്തിട്ടുണ്ട്. പുളിച്ചതല്ല, വിനിഗർ എന്തോ ചേർത്തിട്ടേ അത് കുറച്ചെടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് കളഞ്ഞു, തൂക്കി. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് എന്തൊക്കെ വെച്ചു എന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ ബുൾഡാക്ക് എന്ന് പറഞ്ഞൊരു ഈ ഒരു നൂഡിൽസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഫേമസ് ആയി, ഷോർട്സിലൊക്കെ കുറേ പിള്ളേരുടെ ഒരു തരംഗമായിരുന്നു. അപ്പോൾ ഞാനത് അങ്കുവിൻ്റെ ഇഷ്ടപ്രകാരം അത് വാങ്ങിച്ചു. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അവിടെ നിന്ന്, അതുകൊണ്ട് അവൻ തന്നെ എടുത്തത്. നമ്മുടെ സാധാരണ മാഗി നൂഡിൽസ് പോലെ അല്ല ഇരിക്കുന്ന, വേറെ രീതിയാണ്. അതിൻ്റെ കൂടെ ഒരു 2 പാക്കറ്റ് ഇട്ട് അതിലൊരു സോസും പിന്നെ ഒരു പൗഡറുമാണ്. ഇത് സാധാരണ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് പൗഡർ ഇടുകയല്ല ചെയ്യുന്നത്, വെള്ളം തിളപ്പിച്ചിട്ട് ഈ സാധനം അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ മാഗിക്ക് ആദ്യം പൗഡറല്ലേ തട്ടിയിട്ട് കൊടുക്കുന്നത്, ഇതിപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അധികം വേവേണ്ട, നമ്മുടെ മാഗിയുടെ അത്രയും വേഗണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേവിച്ചാൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് ഞാൻ ആ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കളർ. ഇതൊക്കെ അൺഹെൽത്തി ആണെങ്കിലും അവൻ്റെ ഒരു എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ഒരു ചില ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഇനി ഞാൻ വാങ്ങിക്കാനും പോകുന്നില്ല, എങ്കിലും എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ സോസ് ഒഴിച്ചു കൊടുത്തു. കയ്യിലൊക്കെ ഇങ്ങനെ പറ്റുന്ന എന്തുവാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എരിവുള്ളതാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ ആ പൊടി മസാല മിക്സ് അത് തട്ടിയിട്ട് കൊടുക്കുകയാണ്. സ്പൈസി ആണെന്നാണ് അങ്ങനത്തൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ അവന് വലിയ സ്പൈസി ഒന്നും അല്ലെന്നാണ് അങ്കു പറഞ്ഞത്. പറയുന്നത് കുറച്ച് സ്പൈസി ആണെന്നൊക്കെയാണ്, പക്ഷെ അവന് വലിയ സ്പൈസി ഒന്നും അല്ലമ്മ എന്നാണ് പറഞ്ഞത്. അത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് കഴിക്കാം. ഞാനൊന്ന് നാക്കിയൊന്ന് തൊട്ടേ ഉള്ളൂ, എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് കപ്പയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കപ്പ കുഴച്ചത് കാണിച്ചു. പിന്നെ ഞാനിത് നമ്മുടെ പച്ചപ്പയറില്ലേ അതിട്ടിട്ട് പുഴുക്ക് പോലെ വെച്ചു കേട്ടോ. കായ ഉണ്ടായിരുന്നു, പച്ചക്കായും കപ്പയും നന്നായിട്ട് കഴുകി കറ കളഞ്ഞിട്ട് നമ്മുടെ സ്പ്ലിറ്റായ ഗ്രീൻ ഗ്രാം, നമ്മുടെ പച്ചപ്പയറുണ്ടല്ലോ, ചെറുപയർ, അത് കഴുകി അതിനകത്തോട്ട് ഇട്ടിട്ട് കരിവേപ്പിലൊക്കെ ഇട്ട് തനി പുഴുക്ക് സ്റ്റൈൽ കേട്ടോ. പുഴുക്കിന് ചേനയും കാര്യങ്ങളൊക്കെ ചേർക്കും, പക്ഷെ ഞാൻ കൂട്ടം അതുപോലെ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നാട്ടിൽ അതൊരു ടേസ്റ്റ് കിട്ടി. തേങ്ങ അരച്ച് നമ്മൾ ചേർക്കത്തില്ലേ. അപ്പോൾ എനിക്കൊന്ന് പുഴുക്കിന് ഓരോരുത്തരും ഓരോ കൂട്ടാണ്. അപ്പോൾ നമ്മുടെ എന്താണോ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഞാൻ അരപ്പൊക്കെ അരച്ചിട്ട് അത് ഒന്ന് കലക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിട്ടു. നമ്മുടെ എന്താ പറയുക, വറ്റൽ മുളകും കരിവേപ്പിലയും ഇട്ടിട്ട് ലൂസാക്കി ഇരുന്ന് കുറുകുമല്ലോ നമ്മുടെ കപ്പയല്ലേ. നാടൻ വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണ ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു അവിടെ നിന്ന്. നമ്മൾ അമ്പലത്തിൽ അന്ന് ഡൽഹി അമ്പലത്തിൽ പോയില്ലേ, മയൂർ വിഹാറിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ, അവിടെ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ ഓൺലൈനായാലും വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ടേ. ബാക്കി സാധനങ്ങളൊന്നും നമുക്ക് ഓൺലൈൻ കിട്ടത്തില്ലല്ലോ. കപ്പ ഏത്തപ്പഴമൊക്കെ എവിടെ നിന്ന് ഓൺലൈൻ കിട്ടാൻ, കേരള പപ്പടം ഇതൊന്നും ഓൺലൈൻ കിട്ടത്തില്ല. അപ്പം ഞാൻ അന്നത്തെ ദിവസം കഞ്ഞി ഞങ്ങളിവിടെ അത്ര വെക്കാത്തത് കാരണം ആർക്കും വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ചോറ് വെച്ച് പപ്പടവും കാച്ചി ഈ കറിയായിട്ട് കൂട്ടി. അങ്കു കപ്പയായിട്ട് കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പൊ ഈ കറി ആകുമ്പോൾ അവൻ കഴിക്കുമല്ലോ, അവനും കഴിക്കണ്ടേ. കപ്പയൊക്കെ നമ്മുടെ കേരളത്തിന്റെ പ്രാദേശിക ഭക്ഷണമല്ലേ. അപ്പോൾ അതേ നമ്മുടെ നാടൻ പപ്പടവും കാച്ചി, ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് പപ്പടവും ചോറും നമ്മുടെ കപ്പപ്പുഴുക്കും, കപ്പയും കായൊക്കെ ഇട്ട് പുഴുക്കും, അത്രയും കൂട്ടി അതേ അങ്ങ് കഴിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ സന്തോഷം. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.